ഇന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് റൂൾസ് ഇൻ സിവിൽ റൂൾസ് ഓഫ് പ്രാക്ടീസ് ഇൻ കേരള. അതിൽ തന്നെ അഡ്മിഷൻ ആൻഡ് മാർക്കിംഗ് ഓഫ് ഡോക്യുമെൻറ്റ്സ്, അതിൽ മാർക്കിംഗ് എക്സിബിറ്റ്സ്, അത് റൂൾ 128 ഓഫ് സിവിൽ റൂൾസ് ഓഫ് പ്രാക്ടീസ്. ഇന്നലെ ഹൈക്കോടതിയിൽ ഞാൻ പുതിയതായി എൻറോൾ ചെയ്ത അഡ്വക്കേറ്റ്സ് കുറച്ച് കുട്ടികളെ കാണുകയുണ്ടായി. അവരോട് പല കാര്യങ്ങളും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, എക്സിബിറ്റ്സ് എന്താണെന്നറിയുമോ? A1, A2, A3, B1, B2, B3 എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? പലർക്കും വ്യക്തമായ ഒരു ഉത്തരം ഉണ്ടായിരുന്നില്ല. ഇനി എന്താണ് A1 അല്ലേ, A2, A3 എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുത്തു. ഇനിയും മനസ്സിലാകാത്ത കുട്ടികൾക്ക് വേണ്ടിയാണ് ഈ ക്ലാസ് ഇടുന്നത്. കോടതിയിൽ ജോലി ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് കുറച്ചെങ്കിലും ആധികാരികമായി അവർക്ക് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞത്. എന്തായാലും ഈ ക്ലാസ് അവർക്ക് യൂസ്ഫുൾ ആകും. നമ്മൾ ആരംഭിക്കുന്നു. ഇമ്പോർട്ടൻ്റ് റൂൾസ് ഇൻ സിവിൽ റൂൾസ് ഓഫ് പ്രാക്ടീസ് ഇൻ കേരള, അതിൽ അഡ്മിഷൻ ആൻഡ് മാർക്കിംഗ് ഓഫ് ഡോക്യുമെൻറ്റ്സ്, അതിൽ മാർക്കിംഗ് എക്സിബിറ്റ്സ്, ദാറ്റ് ഈസ് റൂൾ 128 എടുത്ത് വായിച്ചു നോക്കിയാൽ മതി. ഓഫ് സിവിൽ റൂൾസ് ഓഫ് പ്രാക്ടീസ് എടുത്ത് നോക്കുക. അവിടെ പറയുന്നുണ്ട് എക്സിബിറ്റ്സ് അല്ലേ, തെളിവായിട്ട് ഹാജരാക്കുന്ന പ്രമാണം അല്ലേ. എക്സിബിറ്റ്സ് മാർക്ക്ഡ് ഇൻ എവിഡൻസ് ഷാൽ ബി മാർക്ക്ഡ് ആസ് ഫോളോസ്. എങ്ങനെയാണ് മാർക്ക് ചെയ്യുക? അതിൽ ഒന്നാമത്തെ കണ്ടീഷൻ നോക്കൂ, ഇഫ് ഫയൽഡ് ബൈ എ പ്ലെയിൻറ്റിഫ് ഓർ പെറ്റീഷണർ. അപ്പോൾ അത് നമ്മൾ A1, A2, A3, ഇനി എത്ര എക്സിബിറ്റ്സ് ഉണ്ടോ അത്രയും ഇങ്ങനെ അത് നീണ്ടുപോകും. അപ്പോൾ ഇഫ് ഫയൽഡ് ബൈ എ പ്ലെയിൻറ്റിഫ് ഓർ പെറ്റീഷണർ വിത്ത് ക്യാപിറ്റൽ ലെറ്റർ എ ഫോളോഡ് ബൈ എ ന്യൂമറൽ, അതാണ് A1, A2, A3. നേരെ മറിച്ച് ഇഫ് ഇറ്റ് ഈസ് ഫയൽഡ് ബൈ എ ഡിഫെൻഡൻറ്റ് ഓർ റെസ്പോണ്ടൻറ്റ് ടു എ പെറ്റീഷൻ, അപ്പോൾ B1, B2, B3 അങ്ങനെ നീണ്ടുപോകും. സിമ്പിളാണ്. ഇഫ് ഫയൽഡ് ബൈ എ ഡിഫെൻഡൻറ്റ് or respondent to a petition with the capital letter B followed by a numeral B1, B2, B3. ഇനി കോർട്ട് എക്സിബിറ്റ്സ് ആണെങ്കിലോ, നമ്മൾ കോർട്ട് എക്സിബിറ്റ്സ് ആണെങ്കിൽ നോക്കൂ എന്തായിരിക്കും? C1, C2, C3 എക്സിട്ര. കോർട്ട് എക്സിബിറ്റ്സ് ആണെങ്കിൽ C1, C2, C3 എന്നാ വരിക. ഇനി തേർഡ് പാർട്ടി എക്സിബിറ്റ്സ് ഉണ്ടാവാം. അതാണ് നാലാമത്തത് പറയുന്നത്, ഇഫ് തേർഡ് പാർട്ടി എക്സിബിറ്റ്സ്. അപ്പോൾ X1, X2, X3. ഇഫ് തേർഡ് പാർട്ടി എക്സിബിറ്റ്സ് അല്ലേ വിത്ത് ക്യാപിറ്റൽ ലെറ്റർ X ഫോളോഡ് ബൈ എ ന്യൂമറൽ ആണ് X1, X2, X3. ആദ്യം നിങ്ങൾ ഇത് പഠിച്ചു വയ്ക്കുക. അപ്പോൾ വലിയൊരു കാര്യം പഠിച്ചു കഴിഞ്ഞു. ഇനിയും ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യും. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും എല്ലാം അറിയും എന്നില്ല, പക്ഷേ നിരന്തരം വായന വേണം. അതാണ് പുതിയ അഡ്വക്കേറ്റ്സായ കുട്ടികൾ ചെയ്യേണ്ടത്. താങ്ക്സ്.